നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ട് വരുന്നത്. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പാവണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ നാട്ടിൽ തന്നെയാണ്. ഹൗസ് ഓണറായ അഷ്റഫ് ബൽക്കീസ് ദമ്പതികളുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 2600 സ്ക്വയർ ഫീറ്റിൽ ഒരു മനോഹര വീടാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ പ്ലാൻ കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് നേരെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇവിടെ മതിലിനോട് ചേർന്ന് വളരെ മനോഹരമായ ഒരു ഗാർഡനും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ബെഞ്ച് ചെയ്തിട്ടുണ്ട്. മുറ്റമൊക്കെ നല്ല ഇൻ്റർലോക്ക് ചെയ്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഗാർഡൻ്റെ സൈഡിലായിട്ട് തന്നെ ലവ് ബേർഡ്സിൻ്റെ ഒരു കൂടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഈ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പക്ഷികളുടെ സൗണ്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കാം. വീടിൻ്റെ മുറ്റത്ത് മതിലിൻ്റെ അടുത്തായിട്ടാണ് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തൊരു പോർച്ചാണ് ഇവിടെ ചെയ്തത്. ഇനി നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഇവിടെ ചെയ്തത്. വളരെ ഭംഗിയുള്ള ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൽ സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഡോറും വിൻഡോയും ചെയ്തത് തേക്കിലാണ്. മെയിൻ ഡോർ വരുന്നത് ഡബിൾ ഡോറാണ്. നമ്മൾ നേരെ വീടിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ലിവിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ വലത് സൈഡിലായിട്ടാണ് നമ്മുടെ മെയിൻ ലിവിങ് വരുന്നത്. ഈ ലിവിങ്ങിലാണെങ്കിൽ സീലിങ്ങിൽ കളർ ലൈറ്റും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല ഭംഗിയുള്ളൊരു സോഫ സെറ്റും ചെയ്തിട്ടുണ്ട് ഇവിടെ. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ ചെറിയ ലിവിങ്ങിലേക്കാണ്. ഇവിടെ വെളിച്ചത്തിന് വേണ്ടിയിട്ട് മുകളിൽ പർഗോള കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിൽ ഇവിടെ ഒരു ഷെൽഫ് വരുന്നുണ്ട്. ഇവിടെ സ്റ്റെയറിൻ്റെ അടിവശത്തായിട്ടൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്തായിട്ട് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡൈനിങ് ഏരിയയിലേക്ക് നല്ല വെളിച്ചം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ചുമരിൽ വലിയൊരു വിൻഡോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രൈവറ്റ് സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. ഇവിടെ കിച്ചണിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കിച്ചണിൽ നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വന്നാൽ ഇവിടുത്തെ സ്റ്റെയറിൻ്റെ ഇരുവശത്തായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് സീലിങ്ങിൽ നല്ല കളർ ലൈറ്റൊക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ
ഈ ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ അതേപോലെ തന്നെ സീലിങ്ങിലെല്ലാം നല്ല കളർ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമാക്കിയൊരു ബെഡ്റൂമാണിത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ കാണാം. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയുള്ള സിമ്പിളായ ഹാൻഡ് റീൽസാണ് ഉപയോഗിച്ചത്. ഇരുവശങ്ങളിലായിട്ട് ഹാൻഡ് റീൽ വരുന്നുണ്ട്. ഇവിടെ ഹാളിലായിട്ടൊരു ഊഞ്ഞാല് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ കയറി വന്നാൽ വലതുവശത്തായിട്ടാണ് ഇവിടുത്തെ 2 ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ ലിവിങ്ങിലേക്കുള്ള കാഴ്ചകളും കാണാൻ പറ്റും. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണിത്. ഈ വീടിൻ്റെ ഉൾഭാഗത്തെ ഡോറെല്ലാം ചെയ്തത് ഇരുളിലാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഉള്ളിലെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്പോട്ട് ലൈറ്റുകളും കളർ ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ഉൾഭാഗങ്ങളെല്ലാം തന്നെ വളരെ ഉപയോഗപ്രദമായ രീതിയിൽ തന്നെയാണ് ചെയ്തത്. ഒരു വേസ്റ്റ് ഏരിയയും ഈ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുതന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെയും ടാറ്റാ, ബൈ ബൈ.